എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാളത്തിലും മറുനാട്ടിലും പ്രസിദ്ധനായ പ്രമുഖ സാഹിത്യകാരൻ ഈ ലോകത്ത് ജീവിതം അവസാനിപ്പിച്ച് കഥാവശേഷനായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് മാതൃഭൂമിയിലും മലയാള മനോരമയിലും കേരള കൗമുദിയിലും മറ്റിതര മലയാള പത്രങ്ങളിലുമൊക്കെ നിരവധി അനവധി ലേഖനങ്ങളും വിലയിരുത്തലുകളും വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് വരാനുണ്ട്. അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന എല്ലാ വാരികളിലും എം ടി ആയിരിക്കും നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എം ടിയുടെ സാഹിത്യകൃതികളൊക്കെ കുട്ടിക്കാലം മുതൽ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ട്, കഥകളും വായിച്ചിട്ടുണ്ട്, തിരക്കഥകളും വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ നാടകം വായിച്ചിട്ടുണ്ട്, നാടകം കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യവുമായിട്ട് അടുത്ത് പരിചയമുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു സാഹിത്യ നിരൂപകനൊന്നുമല്ല. മലയാളത്തിൽ ഇദ്ദേഹത്തെക്കാൾ വലിയ സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹത്തെക്കാൾ മികച്ച ചെറുകഥകൾ എഴുതിയ ആളുകളുണ്ട്. ഇദ്ദേഹം എഴുതിയേക്കാൾ നല്ല നോവലുകൾ എഴുതിയവരുണ്ട്. ഇദ്ദേഹത്തെക്കാൾ മികച്ച തിരക്കഥകൾ എഴുതിയവരുണ്ട്. പക്ഷേ ഇതെല്ലാം എഴുതി എല്ലാ രംഗത്തും ഒരുപോലെ വിജയിച്ച ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം മാത്രമേ ഉണ്ടാവും. ഒരു പരിധിവരെ പത്മരാജനും ഉണ്ടായിരുന്നു എന്നുകൂടി പറയാം. അങ്ങനെ സിനിമയിൽ സാഹിത്യത്തിലും ഒരുപോലെ വെന്നിക്കൊടി പറിച്ച ഒരു എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനുമായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പദ്യസാഹിത്യത്തിൽ അല്ലെങ്കിൽ കവിതയിൽ ചെങ്ങമ്പുഴക്കുള്ള ഒരു സ്ഥാനമാണ് ഗദ്യസാഹിത്യത്തിൽ അല്ലെങ്കിൽ കഥാസാഹിത്യത്തിൽ എം ടി വാസുദേവൻ നായർക്കുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം. മലയാളത്തിൽ ചെങ്ങമ്പുഴയേക്കാൾ വലിയ കവികൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ എം ടി വാസുദേവൻ നായരേക്കാൾ വലിയ കഥാകാരന്മാരുണ്ടായിട്ടും അതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കവിതയിൽ ചെങ്ങമ്പുഴയ്ക്കും കഥാസാഹിത്യത്തിൽ എം ടിക്കും ഉള്ള അത്ര സ്വീകാര്യത, അത്ര ആരാധകർ, അത്രയധികം പുരസ്കാരങ്ങൾ മറ്റാർക്കും കിട്ടിയിട്ടില്ല. വളരെ ചെറുപ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ 4 കെട്ടിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. അതിനൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി, കാലം എന്ന നോവൽ. പിന്നീട് വയലാർ അവാർഡ് കിട്ടി, ജ്ഞാനപീഠം കിട്ടി. ഇനി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാവുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പത്മഭൂഷൺ കൊടുത്ത് കേന്ദ്ര സർക്കാരും അദ്ദേഹത്തെ ആദരിച്ചു. അങ്ങനെ ഇത്രയധികം പുരസ്കാരങ്ങൾ നേടിയപ്പോൾ പ്രഭാവർമ്മ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രഭാവർമ്മയല്ല എം ടി വാസുദേവൻ നായർ. അങ്ങനെ ഇത്രയധികം പുരസ്കൃതനായ, ഇത്രയധികം പ്രസിദ്ധി നേടിയ മറ്റൊരു എഴുത്തുകാരൻ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് ഇവിടെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ വേറെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പലരും പറയാനിരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, 1979 കാലത്ത് ഇദ്ദേഹം ഗുരുതരമായ രോഗം ബാധിച്ച് ഏതാണ്ട് മരണവക്ത്രത്തിലെത്തിയതാണ്. അന്ന് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളൊക്കെ ചരമോപചാര ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ തയ്യാറാക്കി വെച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇത്തവണയും നമ്മുടെ മാധ്യമപ്രവർത്തകർ കാണിക്കാവുന്ന എല്ലാ ഊളത്തരങ്ങൾ കാണിച്ചു. ടെലിവിഷൻ ചാനലുകൾ അദ്ദേഹം കിടക്കുന്ന ആശുപത്രിയുടെ മുമ്പിൽ ക്യാമറയുമായിട്ട് ഒരുപാട് ദിവസം കാത്തു. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകാർ കാണിച്ച മരണപരാക്രമം കാണുമ്പോൾ ഇവനൊക്കെ കവളം മടൽ വെട്ടിയടിക്കാൻ തോന്നും. അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ ഈ പത്രക്കാരെ ഭീകരമായിട്ട് പറ്റിച്ചു. പത്രമില്ലാത്ത ദിവസം നോക്കിയാണ് പുള്ളി മരിച്ചത്. ഡിസംബർ 24-ാം തീയതി രാത്രി മരിച്ചു. 25-ാം തീയതി ഒരു പത്രവുമില്ല. അതുകൊണ്ട് ഈ മാപ്രകൾ വളരെ നിരാശരായിപ്പോയി. പണ്ട് പറ്റിയ അതേ അബദ്ധം ഇത്തവണയും സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യാനൊരു ഒറ്റ മലയാള പത്രത്തിന് സാധിച്ചില്ല. മാതൃഭൂമിക്കാർ അപ്പോൾ തൊട്ട് ഈ പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പുറകെ മനോരമയും പ്രസിദ്ധീകരിച്ചു. അടുത്ത ദിവസം കേരള കൗമുദിയും പ്രസിദ്ധീകരിച്ചു. മറ്റു പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടില്ല എന്ന അർത്ഥവും. എന്തുവാട്ടെ, അങ്ങനെ മാപ്രകളെ ഭീകരമായി പറ്റിച്ചുകൊണ്ട് എം ടി വാസുദേവൻ നായർ വിജയകരമായി പരലോകത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, എം ടി ഭരിച്ചപ്പോൾ നരേന്ദ്രമോദി അനുശോചിച്ചു, രാഹുൽ ഗാന്ധി അനുശോചിച്ചു, പിണറായി വിജയൻ അനുശോചിച്ചു, രമേശ് ചെന്നിത്തല, BD സതീശനും അനുശോചിച്ചു, K സുരേന്ദ്രനും മറ്റ് സകല നേതാക്കളും അനുശോചിച്ചു. മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. മോഹൻലാൽ നേരിട്ട് വന്ന് അന്ത്യോപചാരം അർപ്പിച്ചു. പിണറായി വിജയനെത്തി, മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ എത്തി, അന്ത്യോപചാരം അർപ്പിച്ചു. പക്ഷേ ഈ രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളീയർ, പ്രത്യേകിച്ച് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒന്ന് ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ചില ഇരപ്പാളികൾ, അവർ ഇദ്ദേഹത്തിൻ്റെ നിർമാല്യത്തെ മുൻനിർത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് അദ്ദേഹം മരിച്ചതിന് ശേഷവും നടത്തി. ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ ചില അംബേദ്കറൈറ്റ് ബുദ്ധിജീവികൾ, അതിനേക്കാളും കുറച്ചുകൂടി കൂടിയ തലത്തിൽ
ഈ ജിഹാദികളും ഇതേ ആക്രമണം തന്നെ അദ്ദേഹത്തിനെതിരെ നടത്തി. ഒരു കൂട്ടർ പറഞ്ഞ് ഇദ്ദേഹം വലിയ ഹിന്ദു വിരുദ്ധനാണ് എന്നാണ്, മറ്റവർ പറയുന്നത് ഇദ്ദേഹം സവർണ്ണ മാടമ്പി മൂരാച്ചിയായിരുന്നു എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തായിരുന്നു എം ടിയുടെ രാഷ്ട്രീയം എന്നുള്ളതാണ്. എം ടി ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തിരുന്നില്ല. അദ്ദേഹം ഒരു പാർട്ടിയുടെയും നാവായിട്ടോ വാലായിട്ടോ പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തെ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ പ്രസിഡൻ്റായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് AK ആൻ്റണി മുഖ്യമന്ത്രി, TM ജേക്കബ് സാംസ്കാരിക മന്ത്രിയുമായിരുന്ന കാലത്താണ്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്നല്ല. ET മുഹമ്മദ് ബഷീറാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്നു. അദ്ദേഹം ഏറ്റെടുത്തു. അതുവരെ കാട് പിടിച്ച് കിടന്നിരുന്ന തുഞ്ചൻ പറമ്പിന് ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കിയത് എം ടിയാണ്. പക്ഷേ ചില ഹിന്ദുത്വവാദികൾ പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ കാരണക്കാരൻ എം ടിയാണ്. അത് തികച്ചും തെറ്റാണ്. തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് തിരൂർ പട്ടണത്തിൻ്റെ എല്ലുള്ള ഒരു റോഡ്, അതിൻ്റെ ഒരു ഐലൻഡിലാണ്, ട്രാഫിക് ഐലൻഡിലാണ്. ആ പ്രതിമ സ്പോൺസർ ചെയ്ത മനോരമ പത്രക്കാരാണ്. അന്ന് ലീഗുകാരുടെയും മറ്റ് ചില ആളുകളുടെയൊക്കെ എതിർപ്പ് കാരണം മനോരമക്കാർ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത്. അതിൽ എം ടിക്ക് യാതൊരു പങ്കുമില്ല. ഏതായാലും പോണ വഴിക്ക് അതും എം ടിയുടെ പെട്ടിലേക്ക് വെച്ച് കെട്ടാനായിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉത്സാഹിച്ചു എന്ന് മാത്രം. ഇത് കൂടാതെ പിന്നെ നിർമ്മാല്യത്തെക്കുറിച്ചാണ് മറ്റവർക്ക് പരാതി. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നിർമ്മാല്യം കാണാത്തവരും കണ്ടിട്ട് മനസ്സിലാകാത്തവരുമാണ് ഈ ആരോപണത്തിൻ്റെ പുറകിൽ എന്ന് നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയാൻ കഴിയും. ഇനി എന്തായിരുന്നു എം ടിയുടെ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ, AK ആൻ്റണിയാണ് ഇദ്ദേഹത്തെ തുഞ്ചൻ സ്മാരകത്തിലും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചത്. അത് കഴിഞ്ഞ് വന്ന സർക്കാർ, അത് നയനാരുടെ സർക്കാരാണ്, അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചു. അതിൻ്റെ അർത്ഥം അദ്ദേഹം CPM കാരനാണെന്നോ? അതുമായിരുന്നില്ല. അദ്ദേഹം CPM കാരനായിരുന്നില്ല. പുരോഗമന കലാ സാഹിത്യ സംഘമായിട്ട് പുള്ളിക്ക് യാതൊരു ബന്ധവും, ഒരു ബന്ധവും പുലബന്ധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മാർക്സിസ്റ്റ് MLA ആയിരുന്ന പ്രദീപ് കുമാറിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. പ്രദീപ് കുമാറിനെ കുറിച്ച് അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങൾ വളരെയധികം പ്രശംസിച്ച് പറയുന്നതായിട്ട് എനിക്കറിയാം. ഇദ്ദേഹത്തെ പ്രദീപ് കുമാറിനെതിരെ മത്സരിച്ചത് അദ്ദേഹത്തോട് മറ്റ് പലതരത്തിലും അടുപ്പമുള്ള വടക്കൻ വീരഗാഥയുടെ നിർമ്മാതാവ് കൂടിയായിരുന്ന PV ഗംഗാധരനായിരുന്നു. ഗംഗാധരനെതിരെ മത്സരിച്ചപ്പോൾ പോലും എം ടിയുടെ താല്പര്യം പ്രദീപ് കുമാറിനോടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എം ടിക്ക് മാത്രമേ അറിയൂ. ഇതാണ് വേറൊരു പ്രത്യേകത. ഇനി മൂന്നാമത്തെ കാര്യം, എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥാപാത്രങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല എന്ന്. അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും എല്ലാ കഥകളും എല്ലാ തിരക്കഥകളും കൂട്ടി വെച്ച് വായിച്ചാൽ അതിൽ രാഷ്ട്രീയ പ്രവർത്തകരായ രാഷ്ട്രീയ നേതാക്കന്മാരായ കഥാപാത്രങ്ങളില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെ, ഏതെങ്കിലും രാഷ്ട്രീയത്തെ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൃതികൾ പിന്തുണക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും അരാഷ്ട്രീയനായിരുന്നു എം ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വിമർശനത്തിന് അതിനകത്ത് സാധ്യതയുണ്ട്. ഇനി പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ശക്തമായി പ്രതികരിച്ച ഒരു സന്ദർഭം എന്ന് പറയുന്നത് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2003 മുത്തങ്ങയിൽ പോലീസ് വെടിവെപ്പുണ്ടായി. ഒരു ആദിവാസി മരിച്ചു. ആദിവാസികൾക്ക് നേരെ വെടിവെച്ച ആൻ്റണിയുടെ സർക്കാരിനെതിരെ, പോലീസിനെതിരെ അദ്ദേഹം രൂക്ഷമായിട്ട് പ്രതികരിച്ചു. 69 കാലത്ത് അദ്ദേഹം നക്സലുകളെ പിന്തുണച്ചതായിട്ട്, അവരുടെ സഹാനുഭൂതി പ്രകടിപ്പിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. പഞ്ചാഗ്നി അതുപോലെ ആരണ്യകം എന്നീ സിനിമകളിൽ ഈ നക്സലുകളോട് സഹാനുഭൂതിയോടുകൂടി ഉള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പുള്ളി നക്സലായിരുന്നു എന്നുമല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എം ടി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചപ്പോൾ അതിനെ രൂക്ഷമായി എതിർത്ത ആളാണ് എം ടി വാസുദേവൻ. എം ടി വാസുദേവൻ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ നോട്ട് പിൻവലിച്ചതുകൊണ്ട് സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് ഒറ്റ പ്രതികരണത്തിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ഇതിൻ്റെ പുറകെ ദിവസവും നടന്ന് പത്രസമ്മേളനം വിളിച്ചു, അല്ലെങ്കിൽ പത്രക്കാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒന്നും പ്രതികരിക്കുന്ന ആളായിരുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു കൊട്ടുകൂടി ആയിരുന്നു ഏറ്റവും ഭീകരമായത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ കാരണഭൂതനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പുള്ളി നടത്തിയ ഒരു വീക്കുണ്ട്. അതായിരുന്നു ഏറ്റവും ഭയങ്കരം. ഈ കാരണഭൂതനെ ഇരുത്തിക്കൊണ്ട് ഇതുപോലെ പ്രസംഗിക്കാൻ എം ടിക്കല്ലാതെ ആർക്കും കഴിയുകയില്ല. ഇത് കേട്ടിട്ടും പൊട്ടം പുട്ട് വിഴുങ്ങിയ പോലെ കാരണഭൂതന വേദിയിലിരുന്ന് ഇരിപ്പുണ്ടല്ലോ. അത് ആലോചിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇരിപ്പ് പിന്നെ പുള്ളി ടൈം സ്ക്വയറിൽ മാത്രമേ ഇരുന്നുള്ളൂ. അങ്ങനെ കാരണഭൂതനെയും മരുമകനെയും വേദിയിലിരുത്തിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ കൃത്യം നിർഗന്ധലക്ക് തന്നെ കൊട്ടുപടി വെച്ച് അടിക്കാൻ മലയാളത്തിലാകെ ഒരു എം ടി മാത്രം ഉണ്ടായിരുന്നു. അത് കേട്ട് പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പിന്നീട് കോഴിക്കോടിനെ സാഹിത്യ നരകമായിട്ട് പ്രഖ്യാപിക്കുന്ന ചടക്കിൽ മുഖ്യൻ വന്നില്ല. പുള്ളി വയറിന് സുഖമില്ല എന്ന് പറഞ്ഞ് ആ പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് എം പി രാജേഷിനാണ് ആ ഭാഗ്യം കിട്ടിയത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ MT വരുന്നില്ല എന്നറിഞ്ഞു. അപ്പോൾ മരുമോൻ ഓടിയെത്തി. അത് നമ്മളാണ് എന്ന് പറഞ്ഞ് രാജേഷിൻ്റെ കൂടെ അദ്ദേഹം ഞെളിഞ്ഞു നിന്നു എന്നാണ് നമ്മുടെ ഓർമ്മയിൽ പാച്ചി പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം. ഏതായാലും അന്തഹന്തയ്ക്ക് ഇന്ത പട്ട് എന്ന് പറഞ്ഞ പോലെ ഈ കാരണഭൂതനെ വേദിയിലിരുത്തിക്കൊണ്ട് നിർഗന്ധലയ്ക്ക് കൊട്ടുപൊടി വെച്ച് അടിച്ച MTയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതുപോലുള്ള ആളുകൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.